സമൂഹത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് കുടുംബജീവിതത്തിൽ സന്തോഷമില്ലായ്മ എന്നുള്ളത്. കുടുംബജീവിതത്തിലെ സന്തോഷമില്ലാത്തതിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കാം. അവർ തമ്മിൽ തീരെ പൊരുത്തപ്പെട്ടു പോകുന്നില്ല, സാമ്പത്തികമായ വിഷയങ്ങളുണ്ടാകും, ഭാര്യ പറയുന്നത് ഭർത്താവിന് പിടിക്കുന്നില്ല, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് പിടിക്കുന്നില്ല, ഇരുവരുടെയും കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നടക്കുന്നു. പരസ്പരം കാണാൻ പറ്റാതെ, പരസ്പരം സംസാരിക്കാൻ കഴിയാതെ മാസങ്ങളോളം നീളമുള്ള മിണ്ടാതിരിക്കൽ അങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നു. കുടുംബജീവിതത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ രൂക്ഷമാകുന്നൊരു സന്ദർഭം വരെയുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിന്ന്, യോജിപ്പില്ലാതെ നിന്ന്, ഭർത്താവിൻ്റെ കുറ്റങ്ങൾ ഭാര്യ ഒരു സൈഡിൽ നിന്ന് പറയുന്നു, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഭാര്യയുടെ കുറ്റങ്ങൾ ഭർത്താവ് പറയുന്നു. നാട്ടിലൊക്കെ എല്ലായിടങ്ങളിലും ആകെ ഇങ്ങനെ സ്പ്രെഡാവുന്നു. ഇതൊക്കെ വളരെ അരോചകമാണ് യഥാർത്ഥത്തിൽ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിക്കഴിഞ്ഞാൽ ആ പിണങ്ങിയ ആ സന്ദർഭത്തിൽ ഒരാൾ മറ്റൊരാളുടെ കുറ്റം പറയാതിരിക്കുക എന്നുള്ളതൊരു മുഅ്മിനിൻ്റെ ക്വാളിറ്റിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ പുറത്തു പറയരുത്. ആ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കണം. ഇതൊരാൾ പറയുമ്പോൾ മറ്റേ ആൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, ചലഞ്ച് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മുടെ കുടുംബജീവിതത്തിൽ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന, കുടുംബജീവിതം നയിച്ച ചില സംഭവങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഓർത്തു പോകേണ്ട ഒരു സന്ദർഭമാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹായുടെ ജീവിതം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബജീവിതം. ഒരു ഭാര്യയ്ക്ക് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്, ഒരു ഭർത്താവിന് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. അത്രമേൽ കൗടുംബിക ജീവിതം, ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം സന്തുഷ്ടമായിട്ട് കൊണ്ടുപോയ മറ്റേത് കുടുംബമാണുള്ളത്? വിശേഷിച്ച് വിശുദ്ധ റമളാനിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായെക്കുറിച്ച് പറഞ്ഞതുപോലെ വിശുദ്ധ റമളാനിലാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ വഫാത്ത് സംഭവിക്കുന്നത്. അത്രമേൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ കനൽപദങ്ങളിലൂടെ കടന്നു വന്ന ജീവിതത്തിലുണ്ടായ ചില സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഖദീജയ്ക്ക് പകരം ഖദീജ മാത്രം എന്ന സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ കൃത്യമായ വാക്കുകൾ പ്രയോഗിച്ച മറ്റേതു നേതാവിനെ നമുക്ക് കാണാൻ സാധിക്കും? ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുമായ കുടുംബജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തിയെഴുതി നമ്മുടെ കുടുംബജീവിതവും സന്തുഷ്ടമാക്കാൻ ഈ വാക്കുകൾ ഉപകരിക്കുമെന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ നോമ്പ് തുറയിലേക്ക് സ്വതക്ക നൽകാൻ സഹായിക്കുന്ന കഴിയുന്ന ആളുകളൊക്കെ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു 50 പേരുടെയോ 20 പേരുടെയോ 30 പേരുടെയോ ഒക്കെ നോമ്പ് തുറ നൽകാൻ കഴിയുന്നവർ അതൊന്ന് അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ കുറേ ആളുകൾ നൽകി. പലരും പല നിയ്യത്തുകളും മനസ്സിൽ കരുതിയിട്ടാണ് നൽകിയത്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ നിയ്യത്തുകളും പൂർത്തീകരിച്ചു തരട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖദീജ ബീവിയോടുള്ള ഈ സ്നേഹത്തിൻ്റെയും ഈ പ്രണയത്തിൻ്റെയും ഈ ഇഷ്ടത്തിൻ്റെയും ഒക്കെ വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, അതൊരു പ്രായമുള്ള സ്ത്രീയല്ലേ? അപ്പോഴാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, ഖദീജയ്ക്ക് പകരം ഖദീജ മാത്രം എന്നുള്ളത്. ഒരു ഭർത്താവിൻ്റെ വാക്കിൽ നിന്ന് ഭാര്യയെ പുകഴ്ത്തിയിട്ട് വരണം, വാക്കിൽ നിന്ന് സംസാരിക്കണം, സംസാരത്തിൽ ആ ഒരു ഫീൽ ഉണ്ടാവണം. അപ്പോഴാണ് കുടുംബജീവിതം മനോഹരമാകുന്നത്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ആരായിരുന്നു? വലിയ സമ്പന്നയായിരുന്നു അല്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഖദീജ ബീബി റളിയല്ലാഹു അൻഹായുടെ സമ്പത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടതുപോലെ മറ്റൊരു സമ്പത്തും ഉപയോഗപ്പെട്ടിട്ടില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. മാ നഫഅനി മാൽ, എനിക്ക് ഒരു സമ്പത്തും തീരെ ഉപകരിക്കപ്പെട്ടിട്ടില്ല. മിസ്ലമാ നഫഅനി മാലു ഖദീജ, ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് ഉപകരിക്കപ്പെട്ടതുപോലെ. സമ്പന്നയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. അതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് യഥേഷ്ടം ചെലവഴിച്ചു.
നിരാലംബരായ ആളുകൾക്ക്, അശരണരായ ആളുകൾക്ക്, ഭാര്യയ്ക്ക് സമ്പത്തുണ്ടെന്നുണ്ടെങ്കിൽ ഭർത്താവിനത് സഹായിക്കാൻ വേണ്ടി കൊടുക്കാൻ പറ്റുന്ന മാനസികാവസ്ഥ ഉണ്ടാകണം. ആ സമ്പത്ത് കൊണ്ട് പണിയെടുക്കാതെ ജീവിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ആ രൂപത്തിലേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം മാറി എന്നുള്ളതാണ്. ഹിറാ പർവ്വതത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണമടക്കം എത്തിച്ചു കൊടുത്തുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചതും അൽ അമീൻ അന്ത്യപ്രവാചകരായി പ്രഖ്യാപിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങേയറ്റത്തെ ആശ്വാസമായിരുന്നു മഹദിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസമായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. 40 തികഞ്ഞപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബലുന്നൂറിലെ ഹിറയിൽ വെച്ച് ആദ്യമായി വഹ്യ് വന്ന നേരം ഹബീബായ തങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ആ ഉത്തരവാദിത്തം എന്ന വലിയ ദൗത്യത്തിൻ്റെ ഭാരമോർത്ത് ഭയപ്പെട്ടുപോയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമാശ്വാസത്തിൻ്റെ തലോടലായി നിന്നത് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു. ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭർത്താവിന് തുണയായി നിൽക്കുക എന്നത് തന്നെയാണ്. അതാണ് ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ഗുണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഒരു ഭർത്താവിന് ഉണ്ടാകുമ്പോൾ ആ ഭർത്താവിന് ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും തണുപ്പേകാൻ, സമാധാനം പറയാൻ, സമാധാനത്തിൻ്റെ വാക്കുകൾ പറയാൻ ഒരു ഭാര്യയ്ക്കാകുമ്പോൾ ആ കുടുംബജീവിതം എത്രമേൽ മനോഹരമായിരിക്കുമെന്നറിയോ? നിങ്ങളുടെ ഭർത്താവിന് 1 കോടിയുടെ സമ്പത്ത് ആരെങ്കിലും കൊടുത്താൽ ഉണ്ടാകുന്നതിനേക്കാളും സമാധാനവും സന്തോഷവും കിട്ടും. അവരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ക്ഷീണിച്ചു വരുന്ന സമയത്ത് അവരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുന്നതും അവരോട് സ്നേഹത്തോടു കൂടെ സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനൊക്കെ വലിയ പ്രാധാന്യം നൽകുകയും ചെയ്തിട്ടുണ്ട്. സാഹചര്യത്തിനനുസരിച്ച് ഭാര്യ ഒത്തു വളരണം, ഇടപെടണം. ഭയമുണ്ടായിട്ടും അത് കാണിക്കാതെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിച്ച് ശേഷം വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന വലിയ പണ്ഡിതനെ സമീപിച്ചു കാര്യങ്ങളൊക്കെ ഇടപെടുന്നതൊക്കെ ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പക്വതയോടുകൂടെ ഓരോ വിഷയങ്ങളെയും കൈകാര്യം ചെയ്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വലിയ ഇടപെടലുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്, വലിയ സ്വാധീനമുണ്ടാക്കി എന്നുള്ളതാണ്. കുടുംബജീവിതം നോക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റം മതിരറ്റ് സ്നേഹിച്ചു മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതകാലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു വിവാഹവും കഴിച്ചില്ല. ആലോചിച്ച് നോക്കണം. ഹബീബായ തങ്ങളുടെ ഖദീജ ബീവിയുടെ ജീവിതകാലത്ത് മറ്റൊരു വിവാഹത്തിനും മുതിർന്നില്ല. ഉത്തമരായ ഭാര്യയും പക്വമതിയായ കുടുംബിനിയുമായി തിളങ്ങിയ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരിക്കൽ പോലും ഇടർച്ച വന്നിട്ടില്ലെന്നത് ആ ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ ചരിത്രം നൽകിയ ഏറ്റവും വലിയ സാക്ഷിയാണ്, കയ്യൊപ്പാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്മരണയ്ക്കായി പലപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ അറുത്ത് അവരുടെ കൂട്ടുകാരികൾക്ക്, മിത്രങ്ങൾക്ക് വിരുന്നൊരുക്കുമായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഒരു ആടിനെ അറുത്തിട്ട് ഇങ്ങനെ കൊടുക്കുമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ എന്താണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്രമേൽ സ്നേഹം എന്നുള്ളത്. അപ്പോൾ ചെറിയൊരു നീരസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക്, എന്താ ഖദീജ ബീവിക്ക് ഇത്ര പ്രത്യേകത, എന്താ ഖദീജയോട് ഇങ്ങനെ എന്നുള്ളത് ഒരു നീരസം ഇങ്ങനെ വന്നു. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഹൽ ഹിയ കാനത്ത് ഇല്ല അജൂസ, അതൊരു വൃദ്ധയായ സ്ത്രീയായിരുന്നില്ലേ? ഫഖദ് അബ്ദലക്കല്ലാഹു ഖൈറൻ മിൻഹ, അതിനേക്കാളും വലിയ ഖൈർ അള്ളാഹു നിങ്ങൾക്ക് പകരമായി തന്നിട്ടില്ലേ? അത് കേവലം ഒരു കിഴവിയായ പെണ്ണായിരുന്നില്ലേ? നിങ്ങൾ ഇങ്ങനെ ഓർക്കാൻ മാത്രം എന്താണുള്ളത് എന്നൊക്കെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചോദ്യം കേട്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലാ വല്ലാഹ് മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹ, ഖദീജയേക്കാൾ ഖൈറായി പകരം എനിക്കൊന്നും ലഭിച്ചിട്ടില്ല, എനിക്കൊരാളും വന്നിട്ടില്ല.
എൻ്റെ ഖദീജക്ക് പകരം ഖദീജ മാത്രം എന്ന ആശയം വരുന്ന വാക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഖദീജ ബീവി ജനങ്ങളൊക്കെ എന്നെ കളവാക്കിയപ്പോൾ എന്നെ അവരാണ്. ആളുകളൊക്കെ എന്നെ കള്ളം പറഞ്ഞപ്പോൾ, എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ എന്നെ ചേർത്ത് നിർത്തിയവരാണ്. അവരിൽ നിന്നാണ് എനിക്ക് മക്കളുണ്ടായത് എന്ന് പറഞ്ഞ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, അവരെക്കുറിച്ചൊന്നും പറഞ്ഞേക്കരുത് എന്നൊക്കെ. അത്രമേൽ സ്നേഹമായിരുന്നു ഖദീജ ബീവിയോട്. സ്വർഗത്തിൽ വെച്ച് ഏറ്റവും നല്ല സ്ത്രീയാണ് അവരെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹദിയെ പ്രകീർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ സ്ത്രീകളിൽ 4 സ്ത്രീകളെക്കുറിച്ച് ശ്രേഷ്ഠതയേറെയുള്ളവർ എന്ന വിവരം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്, മറ്റൊന്ന് ഖദീജ റളിയല്ലാഹു അൻഹയാണ്, മറ്റൊന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഇങ്ങനെ തുടങ്ങി ഖദീജ ബീവിക്ക് സ്വർഗത്തിൽ നൽകപ്പെടുന്ന സ്ഥാനത്തിനെക്കുറിച്ച്, ഖദീജ ബീവി അവിടുന്ന് പെരുമാറ്റത്തിനെക്കുറിച്ച് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് സമ്പത്ത് ചെലവഴിക്കാൻ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സാധിച്ചു. സമ്പത്തുണ്ടായിരുന്നു. മാതാവിൻ്റെ സ്ഥാനത്ത് തന്മയത്വത്തിൻ്റെ ആശ്വാസം പകരാനും ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് സാന്ത്വനമേകാനും മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. വളരെ മാന്യമായിട്ടായിരുന്നു ഖദീജ ബീവിയുടെ പെരുമാറ്റം ഉണ്ടായിരുന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശബ്ദമുയർത്തി സംസാരിച്ചിട്ടേയില്ല. നിങ്ങൾ നോക്കൂ, ചില കുടുംബജീവിതത്തിലൊക്കെ ഭാര്യയ്ക്ക് സമ്പത്തുണ്ടാകുമ്പോൾ ചെറിയൊരു സ്വാധീനമൊക്കെ ഉണ്ടാകും. ഭർത്താവ് ചിലപ്പോൾ ഒരു ഭാര്യയെപ്പോലെയും, ഭർത്താവ് ഒരു ഭാര്യയെപ്പോലെയും ഭാര്യ ഭർത്താവിനെ പോലെയും ജീവിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അങ്ങനെ അടിച്ചേൽപ്പിച്ച് പറഞ്ഞ് അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇവിടെ നോക്കൂ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ സമ്പത്തുണ്ടായിരുന്നു. സമ്പത്തുണ്ടായപ്പോൾ കുറച്ച് സ്വാധീനം ഉണ്ട് എന്നാണല്ലോ ഭൗതിക ലോകത്ത്. സ്വാധീനം ഉണ്ടായിട്ടും ഇന്ന് വരെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ. ലം തർഫഅ സൗതഹ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വളരെ പുണ്യകരമായ മഹത് ജീവിതം നയിച്ച് ഈ ലോകത്ത് നിന്ന് കടന്നുപോയ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്, അതിൻ്റെ അനുസ്മരണം കൂടെ നടക്കുന്ന പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് സാധുക്കളായ നാമൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമുക്ക് അവരുടെയൊക്കെ മദദുൻ നസ്റും നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറ്റുമെങ്കിൽ അവരുടെ പേരിൽ ഒരു ഫാത്തിഹയ്ക്ക് ഓതുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ മിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ്. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ഒരു ഫാത്തിഹ ഓതിയില്ലേ? ഇൻഷാ അല്ലാഹ് അവരെ മുൻനിർത്തി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു എല്ലാ നിയ്യത്തുകളും പൂർത്തീകരിച്ച് തരട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. കടങ്ങൾ അള്ളാഹു വീട്ടി തരട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.